ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുള്ളത് എന്നൂർ, വൈത്തിരി എന്നൂർ, വയനാട്ടിലാട്ടോ. ഇത് ഈ ട്രൈബൽ ഹെറിറ്റേജ് വില്ലേജ് എന്നാണ് പറയുക. ഇതിന് എന്ന് വെച്ചാൽ പണ്ടത്തെ ആദിവാസി ഗോത്രവിഭാഗങ്ങളല്ലേ, അവരെ എന്താ പറയുക, ജീവിത സാഹചര്യങ്ങളൊക്കെ ഉള്ള, അവരെങ്ങനെ ജീവിച്ച അങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം എന്തായാലും തുടങ്ങിയിട്ട് കുറേ ഇത് വന്നിട്ട് വ്ളോഗാക്കിയിട്ടില്ല. അതന്നെ, ഇതൊരു ഗവൺമെൻറ് പദ്ധതിയാട്ടോ. ഇനി ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മളെ സ്വന്തം വണ്ടി അങ്ങോട്ട് എന്തായാലും സ്വന്തം വണ്ടി അങ്ങോട്ട് കയറ്റൂല. പിന്നെ ഇവിടുന്ന് ജീപ്പ് സർവീസ് അതിന് 20 രൂപയാണ്. പിന്നെ ടിക്കറ്റ് 50 രൂപ, ടോട്ടൽ 70 രൂപ. പിന്നെ ഒരു ഐസ്ക്രീമിന് 10 രൂപ, 80 അല്ലേ, കുറഞ്ഞൊരു ബഡ്ജറ്റിൽ ചെറിയ നല്ല ട്രിപ്പ്. അതന്നെ. അപ്പോൾ എന്തായാലും മാത്രമേ ഉള്ളൂ. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞങ്ങളെ ജീപ്പ് ഇതുവരെ എത്തിയിട്ടില്ല. കുറേ പേരുണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ്. രാവിലെ മുതലേ ഇവിടെ നല്ല തിരക്കാണ്. ഇന്നെന്തോ മഴ കാരണം ഉച്ചയ്ക്ക് ശേഷം കുറച്ച് തിരക്ക് കുറവുണ്ട്. എന്തായാലും പോയോക്കട്ടെ അല്ലേ, വിശേഷം. അങ്ങനെ കയറി. നല്ല ക്ലൗഡിയ ഉപ്പ്, നല്ല ഞങ്ങൾക്ക് വരുന്നുണ്ട് അവിടുന്ന്. ആ ഒരു ക്ലൈമറ്റാണ് ഇവിടെ വേണ്ടത്. ആദ്യം നമുക്ക് കൂടെ ഇങ്ങനെ പോയേക്കാം. ഒരു ഒന്ന് കാണിച്ചെടുക്കാം. കുറേ കാര്യങ്ങൾ കാണാം. തിരക്കില്ല കേട്ടോ അധികം, എന്നാലും അത്യാവശ്യമുണ്ട്. അത്യാവശ്യം തിരക്കില്ലാറാണ് കാരണം സമയം എത്ര മണിയായി? 3 മണിയായിട്ടുള്ളൂ. അതുകൊണ്ടാണ്. രാവിലെ വരികയായിരുന്നെങ്കിൽ മൊത്തം ജനങ്ങളായിരിക്കും. അതെ, അതേമാതിരിക്ക് വൈകി കിട്ടും. ഇനി 4:30 ഒരു ബുക്കിംഗ് സ്ലോട്ടും ഉണ്ട്. അതിന് നല്ല തിരക്കുണ്ടാവും. ഇനി ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലെത്തി കാണിച്ചു തരാം. ഇവിടെ വന്നാൽ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാം. അല്ലേ, മുളക് പൊടി, പൂവപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറേ കാര്യം. കുറേ സാധനങ്ങളുണ്ട്. ഇതെന്താ ചേച്ചി? ഇത് പപ്പടം കഴിച്ചു കണ്ടോ, കളർഫുള്ളാണ്. ചോക്ലേറ്റ് ഉണ്ട്, ഹോം മെയ്ഡാണ്. 200 രൂപ നല്ല ചോക്ലേറ്റ്. ഇതിൽ വിത്തുകളുണ്ട്. എന്ത് വിത്തുകൾ? അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇവിടെ എന്തോ ഒരു എക്സിബിഷൻ ആട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം. വുഡിൻ്റെ സാധനങ്ങൾ, ടേബിൾ ടിപ്പൊക്കെ. ഇതൊക്കെ മൊത്തം മരം കൊണ്ട് തന്നെ കേട്ടോ അവർ ചെയ്തിരിക്കുന്നത്. ഒരു 10-20 മിനിറ്റിന് ശേഷം നല്ല കോടാണ്ട് ഇറങ്ങി. ഇത് നോക്ക്, പൊളിച്ചില്ലേ. ഇപ്പം നനയും, നനഞ്ഞ് പിണ്ടിയാവാൻ ചാൻസ് ഉണ്ട്. നല്ല കോട, ഭയങ്കര കൊക്കയാണ്. എന്തായാലും എവിടെ പോവാ നീ? ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. കാണാൻ മാത്രം നമുക്കൊന്നും ഇഷ്ടപ്പെടില്ല വയനാടുള്ളതുകൊണ്ട്. പുറത്തുനിന്ന് വരുന്നവർക്ക് ചെറിയ കോടയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. എനിക്ക് നല്ല രസം. കാണാൻ മാത്രമൊന്നുമില്ല. ടിക്കറ്റും കൂട്ടി. ടിക്കറ്റ് 50 അല്ലേ? 80. എന്തെങ്കിലും വെള്ളം കുടിച്ചാലോ? അത് അവിടെ നല്ല കരിമ്പൻ ജ്യൂസ് ഉണ്ട്, കരിക്കുണ്ട്, കരിക്കൻ ജ്യൂസ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മാങ്ങ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. കണ്ടോ, കരിക്ക് കുറേ കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഉള്ളിൽ പോയിരിക്കും. നീ കുറച്ച് വെള്ളം അടിക്കണം, അങ്ങനത്തെ ഒരു ഫീല് പിടിക്കും. അതുകൊണ്ട് ഓലകളാ ചാരി ഇരിക്കട്ടോ.
റെസ്റ്റ് എടുക്കാൻ സുഖം കിടക്കാൻ പറ്റിയ സാധനം. ഈ സമയത്ത് ചില ആൾക്കാർ മിസ് ഞങ്ങൾ 2 കരിക്കും ജ്യൂസിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് വരും. നല്ല മഞ്ഞ കേട്ടോ ഗൈസ്. അവിടെ മലയാണ്, വലിയൊരു മലയാണ്. ചിലപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റും കുറച്ച് കഴിയുമ്പോൾ. നല്ല രീതിയിൽ മഴ കോടയാണ്, പക്ഷെ മഴ പോലെയാണ്. തന്നെ മഴയല്ല, കോടയാണ്. നല്ല നനഞ്ഞ് ക്ലാസ് കണ്ടില്ലേ. അപ്പോൾ വേഗം ഇറങ്ങട്ടെ. ഈ സമയത്തേക്ക് ഇവിടെ വരണം. അതെ, വയനാടിൻ്റെ പുറത്തുള്ള എല്ലാവരും ഇഷ്ടപ്പെടും അല്ലേ. വയനാട്, ഇടുക്കി, പിന്നെ ഏതാണ് മഞ്ഞുള്ള മഞ്ഞോ സ്ഥലം. അത് രണ്ടും തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ. ബാക്കി എല്ലാവർക്കും വന്ന നല്ലൊരു വൈബായിട്ട് തോന്നുന്നു. ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സിനെ ആരും ഇവിടെ കണ്ടില്ല. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വിഷമം. ഞങ്ങൾ കളിക്കാൻ പോകാൻ നിൽക്കുക, തിരിച്ചു വന്നില്ല. മഴ ചെയ്ത് നല്ല മഴ ചെയ്ത് ഒന്നും എടുക്കാനും പിടിക്കാനൊന്നും പറ്റിയില്ല. നേരെ ജീപ്പ് കിട്ടി കയറി. 2 ഓരോ ജീപ്പിലാണ് കയറിയത്. ആദ്യം പോയി, പിന്നെ വന്ന അടുത്ത ജീപ്പിൽ ഞാൻ വന്ന്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. ചെറിയ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.